നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയായ മിൻഡനാവോയിൽ റെക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. തിങ്കളാഴ്ചയുണ്ടായ ഈ വൻ ഭൂചലനത്തെ തുടർന്ന് ഫിലിപ്പീൻസിന്റെയും ഇന്തോനേഷ്യയുടെയും വിവിധ ഭാഗങ്ങളിൽ അധികൃതർ ഔദ്യോഗികമായി സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം അപകട സാധ്യതയുള്ള തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തരമായി ഒഴിഞ്ഞു പോകാനുള്ള കർശന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ഭൂമിക്കടിയിൽ വെറും 10 കിലോമീറ്റർ മാത്രം ആഴത്തിലാണ് ഈ ഭൂചലനം ഉണ്ടായത്. പ്രഭവ കേന്ദ്രത്തിന്റെ ആഴം കുറവായതിനാൽ തന്നെ ശക്തമായ പ്രകമ്പനങ്ങൾക്കും വലിയ രീതിയിലുള്ള സുനാമി തിരമാലകൾ രൂപപ്പെടുന്നതിനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. GFZ ആദ്യം ഈ ഭൂചലനത്തിന്റെ തീവ്രത 7.3 ആയിരിക്കാം എന്നാണ് കണക്കാക്കിയിരുന്നത്. എങ്കിൽ പിന്നീട് ഇത് 8.2 ഉയർത്തി നിശ്ചയിക്കുകയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഭൂചലനത്തിന്റെ തീവ്രത റെക്ടർ സ്കെയിലിൽ 7.8 തീവ്രതയാണെന്ന് അവർ അന്തിമമായി സ്ഥിരീകരിച്ചു. ഭൂചലനത്തിന് പിന്നാലെ US സുനാമി മുന്നറിയിപ്പ് സംവിധാനം മേഖലയിൽ സുനാമി ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് പ്രത്യേക ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചു. സമുദ്രതീരങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടാക്കാൻ ശേഷിയുള്ള അപകടകരമായ തിരമാലകൾ അടിച്ചുകയറാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനെ തുടർന്ന് ഇന്തോനേഷ്യയുടെ ജിയോ ഫിസിക്സ് ഏജൻസിയും രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ തീരദേശ മേഖലകളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. ജനങ്ങൾ പൂർണ്ണമായും ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ സമുദ്രനിരപ്പിൽ നിന്നും 1 മീറ്ററിലധികം ഉയരത്തിലുള്ള ശക്തമായ സുനാമി തിരമാലകൾ തീരപ്രദേശങ്ങളിൽ അടിച്ചുകയറാൻ സാധ്യതയുണ്ടെന്ന് ഫിലിപ്പീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കാനോളജി ആൻഡ് സീസ്മോളജി കടുത്ത മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് തെക്കൻ ഫിലിപ്പീൻസിലെ വിവിധ പ്രവിശ്യകളിൽ താമസിക്കുന്ന ജനങ്ങളോട് ഒട്ടും വൈകാതെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഉൾനാടുകളിലേക്കോ അടിയന്തരമായി മാറി താമസിക്കാൻ ഭരണകൂടം കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ശക്തമായ ഭൂചലനം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കുമെന്നും വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും തുടർച്ചയായ ശക്തമായ ഉപചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഫിലിപ്പീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കാനോളജി ആൻഡ് സീസ്മോളജി ജനങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി. മേഖലകളിലുടനീളമുള്ള അടിയന്തര ദുരന്ത നിവാരണ ഏജൻസികൾ നിലവിലെ സമുദ്രനിരപ്പിലെ മാറ്റങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇതിനോടൊപ്പം തന്നെ ഭൂചലനത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെയും വ്യാപ്തിയും അവർ വിലയിരുത്തുന്നുണ്ട്. അപകട സാധ്യതയുള്ള തീരപ്രദേശങ്ങൾ കഴിയുന്ന ജനങ്ങൾ പൂർണ്ണമായും ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഭരണകൂടം നൽകുന്ന ഒഴിപ്പിക്കൽ ഉത്തരവുകൾ കൃത്യമായി അനുസരിക്കണമെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാൻ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ കർശന നിർദ്ദേശം നൽകി. ഇതിനോടൊപ്പം തന്നെ ഈ മിൻഡനാവോയിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ എല്ലാ തലങ്ങളിലുമുള്ള ക്ലാസുകൾ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെക്കാനും അദ്ദേഹം ഉത്തരവിട്ടു. സുനാമി മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച മാർക്കോസ് അപകട സാധ്യതയുള്ള തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ ഒട്ടും വൈകാതെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിങ്ങൾ കാത്തിരിക്കരുത്, പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്ന എന്തിനേക്കാളും വിലപ്പെട്ടതാണ് ജീവൻ എന്ന് അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ദേശീയ സർക്കാർ ഇതിനായുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് നൽകിയ അദ്ദേഹം തങ്ങൾ മിൻഡനാവോയെ ഒരിക്കലും കൈവിടില്ലെന്നും വ്യക്തമാക്കി.